ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാനിപ്പോൾ രാത്രി 9:30 സോഫിടെല്ലിലോട്ട് പോവുകയാണ്. ടു നമ്മുടെ നത്തിങ്ങിൻ്റെ ദുബായ് ലോഞ്ച്. അപ്പോൾ എന്തിനായാലും അവർ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ പോകണമല്ലോ, അതൊരു മര്യാദയാണല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ നത്തിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണും, ജസ്റ്റ് ഈ ലോഞ്ചും കൂടെ കാണടേ. അങ്ങനെ എൻ്റെ ടാക്സിക്കാരൻ എന്നെ ഒന്ന് ചുറ്റിച്ച് കറങ്ങി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നല്ല ഹോട്ടൽ കേട്ടോ, സോഫിടെൽ എന്ന് പറയുന്ന. നമ്മൾ നേരെ ബോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സി ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഹോട്ടൽ ലുക്സ്. നത്തിങ് മുകളിലോട്ട് പോയി, മുകളിൽ പോവാം. ടിങ് ടിങ് ടിങ്. ദൈവമേ, ലിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. ഇവൻറ്റിൽ വന്നിരിക്കുന്നു. നീ എന്നെ കണ്ടില്ലെന്ന് പറയരുത്. അതോ ഞാൻ ഗൈസ് ഷാഫി വന്നു. ഗൈസ് ഷാഫി, ഇത് നമ്മുടെ അൽത്തമാമിലെ 2 ആൾക്കാരാണ്. എനിക്ക് ആകെ പരിചയമുള്ള 2 പേരെ എനിക്ക് കിട്ടിയത്. ഞാനിങ്ങനെ വരണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആരും എനിക്ക് പരിചയമുള്ള ആരുമില്ല. ഇപ്പോൾ ഒരു സമാധാനമായി. നന്ദിയുണ്ടാ വന്നത്. അയ്യോ ഇല്ലേ, ഞാൻ തെണ്ടിപ്പോയനേടാ. എനിക്ക് ആരും അറിഞ്ഞൂടാ. നത്തിങ് ഫോൺ 1 അത് ഓജി കാൽപ്പി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ലടാ, ഇതെന്തോന്നു റൂ ഹഫ്സേ. ഗൈസ് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പതുക്കെ കുടിക്കാം. എന്തായാലും ഈ പരിപാടി ഒന്ന് കഴിച്ചിട്ട് ഫുഡും കഴിച്ചിട്ട് ഞാൻ അങ്ങ് പോകും. എല്ലാം ഷടപടേന്നാണ് കിടക്കുന്നത്. മറ്റേ കാലിതാണ് പ്രസൻറ്റർ, കാലിദ് ലമീരി. ഊബർ, നമുക്ക് പോവാം. അരേ ഭായ്, ഹൗ ആർ യു ബ്രോ? When did you come back from MWC? 2-3 weeks now. ഗൈസ്, അങ്ങനെ നമ്മൾ നത്തിങ്ങിൻ്റെ ഇവൻറ്റിലാണ്. ഇവിടെയാണ് നമ്മുടെ ഖാലിദ് ലമീരി വന്ന് നമ്മളെ ഒന്ന് കാണാൻ പോകുന്നത്. കണ്ടാൽ അറിയുന്ന ഒരാള്. You good? I'm good. Working with what? The nothing phone? No, this is iPhone. Bro, you too. But it looks like a nothing. You got the nothing cover. It's camouflage. You good, bro? I'm good. How are you? Alhamdulillah. It was overcrowding. അങ്ങനെ ഖാലിദ് വന്നിരിക്കുകയാണ് ഗൈസ്. ഖാലിദ് ലമീരി ഓൺ സ്റ്റേജ്. The launch of this phone. Phone 2A became a device. ഫോൺ 3 എപ്പോൾ വരുമോ കേട്ടോ. Standards in a mid-range device. കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ ഖാലിദ് ലമീരി കട്ട ബിസിയിലാണ്. ഫോട്ടോ എടുത്ത തളരും മിക്കവാറും. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയല്ലേ ഇരുന്നത്. തളച്ചാട്ടം പൊളപ്പായി. You also got featured. Guys, ഇതാണ് നത്തിങ്ങിൻ്റെ ഗ്രേ കളർ. എൻ്റെ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ, ഈ ഗ്രേ അല്ല. സോ ദിസ് ഇസ് ദ ഗ്രേ കളർ. ഒരു ബ്ലൂ കളറുണ്ട്. ഇത് എന്നോളിയോ, ഇതാണ് സെക്സി കളറുടെ. ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് ഭയങ്കര പെരുത്തിഷ്ടപ്പെട്ട കളർ ഇതാണ്. സത്യം പറഞ്ഞാൽ ആ ഫോണിൽ ഈ സെയിം കളർ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നേന്. ഇതാണ് എൻ്റെ ഇരിക്കുന്നത് ബ്ലാക്ക്. ദിസ് ഇസ് ഓൾസോ നൈസ്. എല്ലാവരും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഫോണൊക്കെ. ഖാലിദ് ഓടി നടന്ന ആൾക്കാർ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കൂടെ റൌഫ് ബ്രോ ഉണ്ട്. റൌഫ് ബ്രോ നത്തിങ്ങിലാണ് വർക്ക് ചെയ്യണത്. എത്ര നാളായി? 1 വർഷം. നാട്ടിലെവിടെ? പാലക്കാട്. അടിപൊളി. എന്താ ഖാലിദ് എല്ലാവരുടെ വീഡിയോ എടുക്കുകയാണ്. അവ അഭിനയിച്ച് തള്ളി. ഖാലിദിന്റെ ഫാൻസ് ആണ് ഗൈസ്. പാവം ഖാലിദ്. Understand? I'm like his mini twin. Like we both look alike. The same to same. Yes. No, it's not a bad thing, no. Just a little taller, just a little shorter. We have like same hair. Same hair and all. Same. We have same interest. Likeness is remarkable, to be fair. Tony bro, appo thank you. അടുത്ത ഇവന്റിൽ കാണാം. ഇറ്റ് വാസ് പ്ലഷർ മീറ്റിംഗ് യു ബ്രോ. എല്ലാവരും വാട്ട്സ് ന്യൂ എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ ഫയൽസ്. പ്ലീസ് ഫോളോ ഹിം. Other people follow this guy, the most cool guy I have ever met. Thank you for coming to all these events, man. No, don't say that. I'll take it. I'll handle for you. All right, appo bye bye everyone. Take care. Go on safe. ഗൈസ്, ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ബാഗ് എനിക്ക് അതുപോലെ തന്നെ ഈ റിസ്റ്റ് ബാൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. നത്തിങ്ങിൻ്റെ ഇറ്റ്സ് ആക്ച്വലി വെരി കൂൾ. അങ്ങനെ നത്തിങ്ങിൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടി നമ്മൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം ഒരു 5 മിനിറ്റിലുള്ള ഒരു ഫുട്ടേജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇവർ 2 പേരും എന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
വണ്ടിക്കൂലി ലാഭിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അങ്ങനെ B60 ഓണറും മുവേല കമേഴ്ഷ്യലും വന്നിരിക്കുകയാണ് ഗൈസ്. അവൻ PS5 മേടിച്ചിരിക്കുകയാണ്. എന്തിനോ എന്തോ വെറുതെ വെച്ചേക്കാ വീട്ടിൽ. എടാ എടാ അവൻ കളിക്കണുണ്ടോ കാര്യം പറയണേ. നീ കളിക്കോ? അത് കളിച്ചാൽ മതി. യെസ് യെസ് അത്രേ ഉള്ളൂ. ഇനി അവൻ വീട്ടിൽ ഇരുന്ന് മൊരടിക്കും. താടിയും മുടിയും ഒക്കെ വളർന്ന് ജിമ്മിലൊന്നും പോവാതെ വയറും ചാടി. ഓഫ്, അതിന് വേണ്ടിയിട്ടുള്ള ടാക്ടിക്കൽ പ്ലാൻ ആയിരുന്നു അതല്ല. ഫ്രീ ക്രിക്കറ്റ് ഫ്രീ. എനിക്കല്ല, ജെറിക്ക് പറയണം. ജെറിയാണ്. അതെ, അങ്ങനത്തെ ജെറി. ഇനി ഒന്ന് ഇങ്ങോട്ടാടാ സൗണ്ട് ബാർ നോക്കാന്. ഓക്കെ, അപ്പൊ നമ്മള് ഗീക്കയിലാണ്. ഞാൻ സത്യം എനിക്കൊരു ഹെഡ്സെറ്റ് വേണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു ഡബിൾ മൈൻഡിലാണ്, വേണോ വേണ്ടയോ എന്നുള്ള. അങ്ങനെ മുവേല കൊമേഴ്ഷ്യൽസ് PS5 മേടിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വയ്യാത്ത കൈയൊക്കെ കൊണ്ട് ഇനി എങ്ങനെയാ ഗെയിം കളിക്കണത്? ഈ ഒരു ഒറ്റ സാധനം വെച്ചോണ്ട് എടാ ഇത് വലിയ ലാഭമാണല്ലോടാ. ഇനി വാ നമുക്ക് യമഹയിലോട്ട് പോവാം. വെറുതെ നമഹ കണ്ടിട്ട് വരാം. പോൾക്ക് ഇവിടെ ഇല്ല. യമഹ ഉള്ളു. യമഹ നമുക്ക് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് പോൾക്ക് എന്നൊരു ബ്രാൻഡ് കേൾക്കുന്നത്. ഇനി നമുക്ക് പോൾക്ക് മേടിക്കണോ യമഹ മേടിക്കണോ, യമഹ പോയിട്ട് തീരുമാനിക്കും. ഓക്കെ എടാ, താങ്ക് യുടാ. അവൻ എനിക്ക് ബാറ്റ്മാന്റെ ലെഗോ മേടിച്ചു തന്നു ഗൈസ്. താങ്ക് യു. എടാ നിന്നെ അടുത്ത് ഞാൻ മിണ്ടൂല. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞടാ ഞാൻ ഇനി അവൻ്റെ കൂടെ ഇറങ്ങൂലടാ. ഞാൻ ഗിഫ്റ്റ് മേടിക്കാനുള്ള ബന്ധം ആയില്ല. മോശമായി പോയി. യെസ്, അത് ഞാൻ വരാം. ഇപ്പൊ വരാന്നില്ല. അത് നമ്മുടെ B60 ഗൈസ്. ഇതാണ് യാസിറിന്റെ കാറ്, ടൊയോട്ട 86. ഫ്രണ്ട് കാണിച്ചില്ല കേട്ടോ. സ്പൈഡർമാനാ. ഇതാണ് അവന്റെ കാർ. തല സായിപ്പന്മാര് വരെ ഊക്കിയിട്ട് പോയി ഗൈസ്. നല്ല ഒരു സന്ധ്യ, ത്രിസന്ധ്യ നേരം, സായാഹ്ന സന്ധ്യയെ ആ പാട്ടങ്ങ പാട്ട്. നമ്മളിങ്ങനെ 86 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 86 km/h. ബാക്കിലെടുത്തിരിക്കണണ്ട മിസ് മുവേല വിത്ത് PS5. ഞാൻ എവന് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഈ പട്ടിക്ക് പറയണേ ഞാനും അവനും അത്ര നല്ല ബന്ധത്തിലല്ലാന്ന്. നിങ്ങൾ കേക്കണം. നീ ഇവിടെ ആയിരുന്നു. ഇവൻ വെറും കൂതറ സ്വഭാവം കാണിച്ചു കേസ്. ഞാൻ കട്ടീസ് അടിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മള് നേരെ ഇപ്പൊ പോകുന്നത് മീൻകറിയും ചട്ടിയില് മീൻകറി കൊണ്ടുവന്നിട്ട് അതിലോട്ട് എന്നിട്ട് പപ്പടവും. മോനെ സെറ്റ് സാധനം. ഇവൻ പട്ടിണി അവിടെ ഇരിക്കും. അത് ഞാനിവിടെ. അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. മലബാർ ടിഫിൻ ഹൗസ്. അപ്പൊ നമ്മൾ ഇവയുണ്ടല്ലോ, ഇവൻ മുവേല കമേഴ്ഷ്യലിൽ ഇപ്പം ഒരു വലിയ മോഹൻലാലായി മാറിയിരിക്കുകയാണ്, ഒരു എമ്പുരാനായി മാറിയിരിക്കുകയാണ്. അപ്പം എന്ത് രസം. അങ്ങനെ നമ്മൾ പുട്ടും മീൻകറിയും കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കരാമ കണ്ടില്ലേ ഗൈസ്? കരാമയിലെ വൈബൊക്കെ പോയി ഗൈസ്. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത മറ്റേ മുനിസിപ്പൽ ആൾക്കാർ വന്ന് എല്ലാം പറിച്ചെടുത്തോണ്ട് പോയടേ. നോ വൈബ് ഗൈസ്. ബഹളമൊന്നും പാടാം. മതി ഉണ്ടാക്കിയോ. എന്തായാലും കൊള്ളാം, നല്ല കാര്യം. മുവേല കൊമേഴ്ഷ്യലിന്റെ ഭയങ്കര വിഷമം കടയിൽ വന്നിരിക്കും. നമ്മൾ തന്നെ മലബാർ ടിഫിൻ ഹൗസിലാണ്. നല്ല പുട്ടും മീൻകറിയും തന്നെ വന്നിരിക്കുകയാണ്. സൂപ്പറാണ്ടോ? ഞാൻ കഴിച്ചേട്ടാ, ഞാൻ കഴിച്ചു. നീ കറിയണ്ട, ഞാൻ കഴിച്ചാണ്. കിട്ടില്ല സാധനം. ഞാൻ കഴിച്ചോട്ട് നല്ലത്. ഞാൻ കഴിച്ചോട്ട് നല്ലതാണ് പറയും. ഇനി ഏത് മലബാർ ടിഫിൻ കഴിച്ചോട്ട് നല്ലതെന്ന് പറയും. കണ്ടെടുത്താലും മതി. ഇയാളാണ്ടാ ഫുഡ് കിട്ടിക്ക. നിനക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇവനെ പറ്റിയാണോ? ഫുഡിന്റെ ABCD അറിയാത്തവൻ.
ഇൻഡോമി. വെരി നൈസ്. പുട്ട് വരും എന്തോ വരുന്നു. അതുകൊണ്ട് ഷസാം പറഞ്ഞ സാധനം യെസ് യെസ്, പുട്ട് ആൻഡ് ചിരട്ടപ്പുട്ട്. അതിലിട്ടോ ഇടണം. ആ, ഇത് മറ്റേ ഡെസേർട്ട് ചെയ്തതൊക്കെ ഡെസേർട്ട് ഡെസർട്ടൊന്നും അല്ലടേ. ഇട്ടോ എടാ, നീ അങ്ങനെയല്ല അവര് മിക്സ് ചെയ്ത് തരും. എടാ എന്നോടാ ഇത് കിട്ടില്ല പരിപാടി. എന്നിട്ട് അതിനെ പ്രസന്റേഷൻ വൈസിൽ നമ്മളത് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. നീ നിന്നെ ഇംപ്രസ് ചെയ്യണ്ട ഇവിടെ. ഇവിടെ സൂപ്പർ സാധനം ഉണ്ട. ചട്ടിപ്പുട്ട് ഇനി കൈ വെച്ച് കഴിച്ചോ. എടാ ഇനി കൈ വെച്ചോ. നല്ല ചൂടാണ്. നല്ല ചൂടെന്നൊക്കെ പറഞ്ഞാലോ ഏപ്പം ചൂട്. ഹാൻഡ് സ്പൂൺ എവരിതിങ്. ഹാൻഡ് പപ്പടം. ആ So we can remove the spoon and we can have it like അതാണ് ഞാൻ പറഞ്ഞത്. മറ്റവൻ്റെ ഇത് എന്റെ ചൂട് എന്റെ മേൽ വരുന്നില്ല. എടാ പതുക്കേടാ. ഊത് ആ അത് എന്നെ പറഞ്ഞത്. ആ പപ്പടമാണ് മെയിൻ മോനെ. ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇത് തീരുന്നതാണ് ഇത് മിക്കവാറും. യെസ്, മിക്സിങ്. ആഹാ പുകയുണ്ട ഗൈസ്. സൂപ്പർ. ആ കൊള്ളാല്ലേ, നൈസല്ലേ. ആ അത് തന്നെ. ഇതെന്തിരി അതാരും പറഞ്ഞു? ഓ നീ പറഞ്ഞാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് നമ്മൾ ഇന്നൊരു ഇനോഗ്രേഷന് പോവുകയാണ്. ഒരു പെർഫ്യൂം ഷോപ്പാണ്. നമ്മുടെ അൽ ഹാജീസിൻ്റെ ഓണറായ ആദിലിൻ്റെ വേറൊരു പെർഫ്യൂം ഷോപ്പ്. ഇവിടെ മിക്സിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പം ഞാനുണ്ട്, സുബിനുണ്ട്. ഇത് ഗോൾഡ് സൂക്കിലാണ് ഈ സാധനത്തിൻ്റെ ഇനോഗ്രേഷൻ. എന്തോ വരണവർക്ക് 100 പേർക്ക് എന്തോന്നോ ഫ്രീ പെർഫ്യൂമൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്തിനായാലും പോയി നോക്കാം. ഇവിടെ വരുന്നവർക്ക് ഫ്രീ പെർഫ്യൂം കിട്ടുന്നത് വന്നേണല്ലേ ഇത്. അതെ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു റിബൺ കട്ടിയാലേ അത് വയ്യാതെ ഓടി വന്ന അതിനാ. അതാണ് ആ ഒരു ഡെഡിക്കേഷൻ കണ്ടാക്കി. ഇതാണ് കടയുടെ പേര് ഗൈസ്, മെയിൻസൺ റോഗ് ബ്ലെൻഡ്. ഉടമസ്ഥ ഗൈസ് അങ്ങനെ മെയിൻസൺ റോഗ് ബ്ലെൻഡ് ഉദ്ഘാടിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി. നമ്മളെല്ലാവരും കൂടെയാണ് ഉദ്ഘാടിച്ചത് ഗൈസ്. ഇനി ഐശ്വര്യമായി കയറുകയാണ് കടയിലോട്ട്. മിക്സോളജി അടിപൊളി, നല്ല വെരി നൈസ്. അതില് ഈ പേര് എന്തിന്? മെയ്സൺ റോഗ് ബ്ലെൻഡ്. ഇത് ആരാ ഇട്ടത് ഈ പേര്? നീ തന്നെ ഇട്ടാണ്. എനിക്ക് അപ്പോഴേ തോന്നി അതിന്റെ അർത്ഥം വല്ലതും ഉണ്ടോ? ഹോം ഓഫ് റെഡ്. ഓ അതാണ് ഈ ഒരു. നൗ ഇറ്റ് മേക്ക് സെൻസ്. ഉദ്ഘാടിച്ചിരിക്കുകയാണ്. ഇവിടെ മിക്സിംഗ് ആണ് പരിപാടി. നമ്മൾക്ക് ലൂയി വിറ്റോന്റെ ഇമാജിനേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മിക്സ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ലൂയി വിറ്റോന്റെ ഇമാജിനേഷൻ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അത് മിക്സ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. നിനക്ക് ഏതാ വേണ്ടത്? ഞാൻ മേടിച്ചു തരും. നിനക്ക് ഏത് വേണം? നിനക്ക് ലോകത്തിൽ ക്രീഡ് വേണോ? ക്രീഡ് ഏത് ക്രീഡ്? വെള്ള ക്രീഡാ, പച്ച ക്രീഡാ, ചുമന്ന ക്രീഡാ? ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെ ഒരു ലൂയി വിറ്റോന്റെ ഇമാജിനേഷനും ഒരു ക്രീഡിന്റെ ചുമപ്പും രണ്ടും വേണം കേട്ടോ. നമുക്ക് സാധനം വേണം. പിന്നെ അടിച്ച് നമ്മൾ പറക്കൂടാ. അതിലൊരു കാര്യം അറിയോ? എന്റെ ഉമ്മക്ക് എന്നെയും കട്ടിഷൻ നിന്നെയാണ് അൽ ഹാജീസ്. പെർഫ്യൂമിന് ശേഷം ഉമ്മാക്കെന്ന് പറഞ്ഞാൽ മക്കളെയും കാട്ടിലും സ്നേഹമാണ് പെർഫ്യൂം. അപ്പൊ നമ്മളെപ്പോഴും അൽ ഹാജീസിൽ പോയിട്ടാണ് പെർഫ്യൂം അടിക്കണം. അപ്പൊ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് പെർഫ്യൂം ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റൂല. അപ്പം ഇനി തൊട്ട് അത് കുഴപ്പമില്ല. ഇനി ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒറിജിനൽ സാധനം. എടാ ഇനിയും കടയുണ്ടോ? ഇനി ഒരു കട കൂടെ ഉണ്ട്. പെർഫ്യൂം മിക്സ്. അതാണ് നാട്ടിലുള്ളത്. അതിലുണ്ട്
ഇവിടെ തന്നെ ഒരു 3-4 ബ്രാഞ്ച് ഓൾറെഡി ഉണ്ട്. ഇനി ഒരു 10-100 ബ്രാഞ്ച് വരുന്നുണ്ട്. ഗൈസ് പിക്സൽ 9 Pro ഉള്ള ഒരു പയ്യനെ കിട്ടി. അതിനുണ്ട് ഹാപ്പിയാണോ? പുള്ളി AJ ഫോട്ടോഗ്രാഫി കേട്ടോ, ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എടുക്കണ പോകണ്ട പിക്സല്. ഇവന് അടുത്ത സ്ഥലം ആഹാ കിടിലം ഫോട്ടോ നൈസ്. അങ്ങനെ ഈ മിക്സോളജിക്ക് ഇവിടെ ഇനി വേറെ കട അല്ലേ? വേറെ കട വേറെ ഗൈസ്. ഇത് മറ്റൊരു കടയാണ് ഗൈസ്. ഇതും ഉദ്ഘാടനമാണ്. പെർഫ്യൂം മിക്സ് അടിപൊളി കേട്ടോ. അവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ ഗോൾഡ്. ഇതും നമ്മുടെ ആദിലിന്റെ കട തന്നെയാണ്. ആദിൽ, ഇതും നിന്റെ കടയാണ് അങ്ങനെ പറയാം. ഓ വാവ്, ലൈബ്രറിയോ, പെർഫ്യൂം ലാബ്, വൻ സീൻ കേട്ടോ. അടിപൊളി ഇന്റീരിയർ. ബ്രോ ആണെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നതിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, പുള്ളി മിക്സ് ചെയ്യുകയാണ്. കട്ട മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഗൈസ്. വളരെ നല്ല മണം. ഒരു കിടിലൊരു സാധനം കണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തരാം. ഇല്ല, അതിന്റെ പേരാണ് സെൻഷ്വൽ. അത് പഠിച്ചിട്ട് അങ്ങ് കേറുക. ഓ, പുള്ളിയാണ് കേട്ടോ ഇതിന്റെയൊക്കെ മാർക്കറ്റിംഗ് ജീനിയസ്. പേരെന്തായിരുന്നു? റുബൈസ്. ഞാൻ ബിബൈസ് അതല്ലേ ഞാൻ ബി എന്ന് പറഞ്ഞപ്പം റുബൈസ് ബ്രോ ആണ്. പെർഫ്യൂം മിക്സ്. പിന്നെ അപ്പുറത്തെ കട അൽഹാജീസ് ബ്രോ ഇറങ്ങി. അങ്ങനെ ഈ കടയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പെർഫ്യൂം മിക്സ് നാട്ടിൽ കൊച്ചിയിലെ പോരും. കൊച്ചിയിലെ ഒരു 3 മാസം തരും. നിങ്ങള് തലശ്ശേരി, തൃശ്ശൂർ ഒക്കെ തുടങ്ങിയിട്ട് കൊച്ചി നോ കൊച്ചി നമ്മള് നിങ്ങളെ കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മള് ലാസ്റ്റ് കൊച്ചിയിൽ പറഞ്ഞിട്ടാ ലേറ്റസ്റ്റ് കട ഒരു രക്ഷയില്ല. താങ്ക് യു വെരി മച്ച്. ആ സെൻഷ്വൽ എന്ന് പറഞ്ഞ പെർഫ്യൂം എങ്ങനെയുണ്ട്? ആണോ? അതൊക്കെയാണ് അതിന്റെ പേര് കൊള്ളാം. പിന്നെ ഇവരൊക്കെ ജനിച്ച ആൾക്കാരാണ്. ഇതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഞാനും സുബിനും സൈനിങ് ഓഫ് അല്ലേ? സൈനിങ് ഓഫ്. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. മറ്റേ ഇത് എല്ലാം 2 ഉദ്ഘാടനം എല്ലാം കൊള്ളാം. ഇമോഷൻ സെൻഷ്വൽ. ആ സാധനം ഞാൻ പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സാധനം ഇപ്പൊ കിട്ടും. അത് ഇനി അതടിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അത് സത്യം പറഞ്ഞത്. അപ്പം നമ്മൾ പോയാണ് ഗൈസ്. ടേക്ക് കെയർ. വൻ സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാവരും 100 രൂപ കിട്ടണ പോലെ നമുക്ക് എല്ലാവർക്കും പെർഫ്യൂം കിട്ടി. ബൈ ബൈ.